എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കുന്നതാരാണ്? എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കുന്നതാരാണ്? അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹ്. പരിശുദ്ധമായ മദീനക്ക് എന്ത് ചന്തമാണെന്നറിയോ? റബ്ബിന്റെ ആദ്യ ഭവനം സ്ഥിതി ചെയ്യുന്ന ലോക ഔലിയാക്കൾ അമ്പിയാക്കളുടെ പാദം പതിഞ്ഞ മണ്ണ്. ആനക്കലഹ സംഭവം കൊണ്ടും സംസമിന്റെ ചരിതം കൊണ്ടും കേളികേട്ട നാടാണ് പരിശുദ്ധമായ മക്ക. എന്നിട്ടും എന്തേ നാഥൻ മക്കയേക്കാൾ മദീനക്ക് സ്ഥാനമേകിയത്? മഹബൂബായ അള്ളാഹുവിന്റെ ഹബീബ് ഏറ്റവും ഫളിലായതേ അല്ലാഹു തആല നൽകുകയുള്ളൂ. അതുകൊണ്ടാണ് ഒന്നുമല്ലാത്ത മദീനയിലേക്ക് തിരുദൂതരെ അല്ലാഹു തആല അയച്ചിട്ടുള്ളത്. മദീനയിൽ തങ്ങൾ വസിച്ച കാരണത്താൽ മദീന ഏറ്റവും പരിശുദ്ധഭൂമിയായി മാറി. മദീനയിൽ നബി തങ്ങൾ ഏറ്റവും കൂടുതൽ താമസിച്ചപ്പോ ആ ഭൂമിക്ക് വല്ലാത്ത പരിശുദ്ധി ഇല്ലേ? അതുമാത്രമല്ല യുദ്ധം നിഷിദ്ധമാക്കിയ മാസങ്ങൾ ഉണ്ടായിട്ടും അനുഗ്രഹങ്ങളുടെ റമദാൻ ഉണ്ടായിട്ടും റബീഉൽ അവ്വൽ എന്തേ പരിശേറിയത്? എന്തുകൊണ്ടാണ്? യുദ്ധം നിഷിദ്ധമായ എത്രയോ മാസങ്ങളാ യുദ്ധം നിഷിദ്ധമാക്കിയ മാസങ്ങളായിട്ടും അനുഗ്രഹങ്ങളുടെ റമദാൻ ഉണ്ടായിട്ടും റബീഉൽ അവ്വലിന് എന്തേ പോരിശയേറിയത്? അതേ, ഒന്നുമല്ലാത്തൊരു മാസത്തിൽ പൂർണ്ണ ചന്ദ്രന് ജന്മം കൊണ്ടപ്പോ അത് ഏത് മാസത്തെക്കാളും മഹിമയില് റബീഉ വസന്തം തീർത്തുകൊണ്ടിരിക്കുന്നത്. എന്റെ പ്രിയമുള്ളവരെ, ഒന്നുമില്ലാത്തൊരവസരത്തിൽ ചക്രവാളത്തിൽ ജ്വലിക്കുന്ന തിരുനൂറ് പടച്ചപ്പോ ലോകം തന്നെ പടക്കാൻ സബബായി. ആ പ്രകാശം ഇന്നും എന്നും ജ്വലിക്കുന്നു. വെട്ടിത്തിളങ്ങുന്ന പ്രകാശമായി, സിറാജായി, മുനീറായി. ആ മാസങ്ങളുടെയോ സ്ഥലങ്ങളുടെയോ പോരിശയൊന്നും കാണാതെ സന്തോഷത്തോടെ കടന്നു വന്നത്, അന്ന് പിറന്നത് ലോകത്തിന്റെ തിരുദൂതർ മുഹമ്മദ് മുസ്തഫ നബി തങ്ങൾ ജനിച്ചിട്ടുള്ളതാണ്. മദീനയ്ക്ക് ഒരുപാട് പവിത്രത കൊടുത്തിട്ട് മദീനയുടെ മണ്ണ് അല്ലേ? ആ കൊച്ചുകുട്ടി നടക്കുമ്പോ ചോദിച്ചല്ല മോനെ, പറയുമോ മാലാകയാണോ അതോ ജിന്നു വിഭാഗത്തിൽപ്പെട്ട കുട്ടിയാണോ? പറയുമോ നീ മാലാകയാണോ അതോ ജിന്നു വിഭാഗത്തിൽപ്പെട്ട കുട്ടിയാണോ? നബിതങ്ങളെ കാണാൻ വേണ്ടിയിട്ട് കടന്നുപോയ ആ പൊന്നു മകനോട് മുത്തുനബി ചോദിക്ക, മോനെ നീ പറ, ജിന്ന് വിഭാഗത്തിൽപ്പെട്ട കുട്ടിയാണോ? അല്ല നബിയേ, അല്ല. കാണാനുള്ള ആഗ്രഹം കൊണ്ട് കൊതികൾ കൊണ്ടും കടന്നു വന്നതാണ്. സഹോദരങ്ങളെ, ഈ ദുനിയാവിന്റെ പുറത്തുകൂടെ നമ്മൾ നടന്നു നീങ്ങുമ്പോ ഏറ്റവും കൂടുതൽ നമ്മൾ ആഗ്രഹിക്കേണ്ടുന്ന എന്തെന്നറിയുമോ? ഈ ആളുകൾക്ക് സന്തോഷം വന്നെത്തുന്ന വഴികളെന്നുള്ള വിഷയം പറയുമ്പോ ഏതാളുകളാണ്, എങ്ങനെയാണ് സന്തോഷം വരുന്നത് എന്നറിയുമോ? പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹു ഒരുപാട് സമ്പത്ത് കൊടുത്ത്, അള്ളാഹു ഒരുപാട് അനുഗ്രഹങ്ങൾ കൊടുത്ത്, കോടിക്കണക്കാന സമ്പത്ത് കൊടുത്ത്, നല്ല വീടുണ്ട്, നല്ല വാഹനമുണ്ട്, എല്ലാമുണ്ട്. പക്ഷേ ചില ആളുകൾക്ക് മാത്രമാണ് അള്ളാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയത്തിന്റെ ചാരത്ത് പോയിട്ട് ആ കഅബയുടെ കില്ല പിടിച്ചൊന്ന് പൊട്ടിക്കരയാൻ അവസരം കിട്ടുന്നത്. ലോകത്ത് ചില ആളുകൾക്ക് മാത്രമാണ്. അതിന് ഒരു തൗഫീഖ് തന്നെയാണ് വേണ്ടുന്നത്. പരിശുദ്ധമായ മക്കാ മുക്കറമയിലേക്കൊന്ന് കാലുകുത്താൻ, സൗദിയുടെ മണ്ണിലേക്കൊന്ന് കാലുകുത്താൻ അള്ളാഹുവിന്റെ ഔലിയാക്കൾ കടന്നുപോയ പാദസ്പർശിതമേറ്റ പുളകിതമായ മണൽപ്പരപ്പ്, ഇബ്രാഹിം നബിയുടെ പാദസ്പർശിതമേറ്റ മണൽപ്പരപ്പ്, ഇസ്മായിൽ നബിയുടെ ചരിത്രമുറങ്ങുന്ന, ഹാജറ ബീവിയുടെ ചരിത്രമുറങ്ങുന്ന, മുത്തുനബി തങ്ങൾ ജനിച്ച ചരിത്രമുറങ്ങുന്ന, ഷീബ ബി താലിബിന്റെ മലഞ്ചെരുവുറങ്ങുന്ന, ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ, ഖദീജ ബീവിയുടെ അങ്ങാടി ഇറങ്ങുന്ന, ദാറുൽ അർഖം നടന്ന അങ്ങനെയുള്ള ഒരുപാട് സ്ഥലങ്ങള്. എന്തിനേറെ അല്ലാഹുവേ, സ്വർഗത്തിന്റെ ഒരു ഭാഗം പോലും ഇന്നുണ്ട് സ്വർണപ്പാത്തിയുടെ നേരെ താഴെ. അങ്ങനെയുള്ള പുണ്യഭൂമിയിലേക്ക് എത്തുന്നത് ഒരുപാട് സമ്പത്തുള്ളവരല്ല, കൊട്ടാരങ്ങളുള്ളവരല്ല, മണിമാളികയുള്ളവരല്ല, വാഹനങ്ങളുള്ളവരല്ല. മറിച്ചോ
ചില ആളുകൾ സമ്പത്ത് കുറഞ്ഞവരാണ്, ഉള്ളത് കൊണ്ട് എല്ലാം വിറ്റ് പറക്കി വന്നതാണ്, സ്വർണം വിറ്റുകൊണ്ട് വന്നതാണ്. പക്ഷേ പെങ്ങളെ, എങ്ങനാ ഇതിന് അവസരം കിട്ടുന്നു എന്നറിയോ? ഒരുപാട് ലക്ഷങ്ങൾ ഉണ്ടായിട്ട് കാര്യമില്ല, അത് നീയത്താ. അല്ലാഹുവേ, ഇതിനകത്ത് പല ആളുകളും എഴുതാറുണ്ട്, ഉസ്താദേ മക്ക കാണാൻ ആഗ്രഹമുണ്ട്, മദീന കാണാൻ ആഗ്രഹമുണ്ട്, ആ പരിശുദ്ധമായ പുണ്യഗേഹത്തിലേക്കൊന്ന് കടന്നു പോകാൻ മനസ്സു വല്ലാതെ കൊതിക്കുന്നുണ്ട്. എന്റെ പെങ്ങളെ, ഈ ഒരൊറ്റ ഒരാഗ്രഹം മതിയല്ലോ നിന്നെ പരിശുദ്ധമായ മക്കത്തെത്താൻ, എത്തിക്കാൻ നിന്നെ പരിശുദ്ധരായ അള്ളാന്റെ ഹബീബ് കിടക്കുന്ന പരിശുദ്ധമായ പുണ്യഭൂമിയായ മദീന, ആ മദീനയിൽ എത്തിക്കാൻ ഒരൊറ്റ ആഗ്രഹമേ വേണ്ടുള്ളൂ. പടച്ചോനെ, എന്നവിടെ എത്തിക്കണേ അല്ലാ. ഒരാഗ്രഹം, ഈ ഒരാഗ്രഹം മതി. നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ സന്തോഷത്തിന്റെ വഴികൾ വന്നിട്ട്. ആദ്യമായിട്ട് ഉംറകൾക്കൊക്കെ പോകുന്ന ആളുകൾ അവര് മനസ്സുകൊണ്ട് എന്താ കരുതാ? പരിശുദ്ധമായ മക്കത്തെത്താ. മക്ക എന്നുള്ള ദേശം വിട്ട് റസൂലകലുന്നേ, ഒപ്പത്തിൽ പ്രിയങ്കരനായി അബൂബക്കറുമായി ചേരുന്നേ. മക്ക എന്നുള്ള ദേശം വിട്ട് റസൂൽ അകലുന്നേ, ഒപ്പത്തിൽ പ്രിയങ്കരനായി അബൂബക്കറുമായി ചേരുന്നേ. പരിശുദ്ധമായ മക്ക വിട്ട് റസൂലുള്ള പോകുമ്പോഴാരാണ് കൂടെ? സയ്യിദുനാ അബൂബക്കറിൻ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. പരിശുദ്ധമായ ഉംറയ്ക്ക് വേണ്ടി മനസ്സ് കൊടുക്ക്. അവരാഗ്രഹമാണ് നിങ്ങളെ എവിടെ എത്തിക്കുന്നത്. അവരെ സംബന്ധിച്ചാണ് മഹാനായ സയ്യിദ് ബിൻ അസ്ലം റളിയല്ലാഹു അൻഹു പറഞ്ഞത്, അവർക്ക് സന്തോഷത്തിന്റെ വഴി വരുന്നേ അറിയില്ല, അവരുടെ നിയ്യത്തനുസരിച്ചിട്ട് അല്ലാഹു അവർക്ക് സമ്പത്ത് കൊടുക്കുമെന്നാണ്. അവരുടെ നീയത്തനുസരിച്ചിട്ട് അല്ലാഹു അവർക്ക് സമ്പത്ത് കൊടുക്കുന്നു. നമ്മൾ പോലും അറിയില്ല. ചിലപ്പോ ചില ആളുകൾ ഉംറകൾക്ക് പോയിട്ട് വന്നവരുണ്ടാകും. ആ ഉംറകൾക്ക് പോയിട്ട് വന്നവരൊക്കെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മനസ്സിങ്ങനെ തുടികൊട്ടാണ്, പടച്ചോനെ ഒന്നുകൂടെ ആ പരിശുദ്ധമായ പവിത്രമായ ആ പുണ്യഭൂമിയിലൊന്ന് എത്തിക്കണേ. അവരിങ്ങനെ ആഗ്രഹിക്കണം. ആ ഒരു ആഗ്രഹം ഉണ്ടല്ലോ, നമ്മുടെ ആ ഒരാഗ്രഹമാണ് ഏറ്റവും നല്ല ശക്തി. ആ ഒരാഗ്രഹം നമ്മുടെ ഖൽബിന്റെ ഉള്ളിന്റെ ഉള്ളറയിലുണ്ടെങ്കിൽ അൽഹംദുലില്ലാഹ് നമ്മൾ പരിശുദ്ധമായ മക്ക എത്തുകയാണ്. അല്ലാഹുവേ, ജബലുൻ നൂർ കാണുകയാണ്, ജബലുർ റഹ്മ കാണുകയാണ്, സൗർ ഗുഹ കാണുകയാണ്, ഖദീജ ബീവി നടന്ന, റസൂലുള്ള നടന്ന, ആയിഷ ഉമ്മ നടന്ന, എന്തിനേറെ പരിശുദ്ധമായ ജന്നത്തുൽ മുഅല്ല, അല്ലാഹുവിന്റെ പ്രവാചകരുടെ പ്രിയപ്പെട്ടവര് നമ്മുടെ ഉമ്മയായ ബീവി ഖദീജ, പരിശുദ്ധരായ ബീവി ഖദീജ റളിയല്ലാഹു തആല അൻഹാ കിടന്നുറങ്ങുന്ന മണ്ണ്. ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹാ കിടന്നുറങ്ങുന്ന ആ ഉള്ള പരിശുദ്ധമായ മണ്ണ് അല്ലേ? അവിടെ പോയൊരു ഫാത്തിഹയോദ ഭാഗ്യം തന്നെ വേണം. അവിടെ പോയൊരു ഫാത്തിഹയോദാൻ, അവിടെ പോയൊരു യാസീനോദാൻ അല്ലേ? അതിനൊക്കെ ഭാഗ്യം നമുക്ക് വേണം. ആ ഭാഗ്യമുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളെല്ലാവരും വിജയിച്ചു എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. ഭാഗ്യം ഉണ്ടാവണം. അതിന് മഹാനായ സയ്യിദ് ബിൻ അസ്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ മനസ്സുകൊണ്ട് ആഗ്രഹിക്കണം, നിങ്ങളുടെ നീയത്ത് നന്നാകണം. അപ്പോഴാണ് നിങ്ങൾ പോലും അറിയാതെ നിങ്ങളെ തേടിയിട്ട് സന്തോഷത്തിന്റെ വടികൾ നിങ്ങളെ വന്നിങ്ങനെ ചേർത്ത് പിടിക്കും അല്ലേ? ഖദീജ ബീവിയൊക്കെ നടന്ന ആ പവിത്രമായ നാട് അല്ലേ? ജബൽ അബീ ഖുബൈസ് മല. അല്ലാഹ്, എത്രയോ അത്ഭുതങ്ങളാണ് അവിടെ. മസ്ജിദുൽ ഷജറ, മസ്ജിദുൽ ജിന്ന്, മസ്ജിദുർ റായ, ഹബീബിന്റെ അലാമത്ത്, റസൂലുള്ളാഹിന്റെ ആ ജീവിതം ഓർമ്മ വരാൻ. അല്ലാഹുവേ, മുത്തുനബി തങ്ങൾ നടന്നു പോയൊരു പാത ഇല്ലേ? മക്ക വിട്ട പിന്നെ നമ്മൾ പോകുന്നത് എവിടെയാണ്? ഒരുപാട് കൊല്ലങ്ങൾ ചിത്രത്തിൽ കണ്ടുപോയ, ഒരുപാട് തവണ നമ്മൾ ഫോട്ടോയിൽ കണ്ടുപോയ പരിശുദ്ധമായ മദീന. ആ പവിത്രമായ പരിശുദ്ധമായ മദീനത്തേക്ക് അങ്ങ് പോവുകയാണ്. ഹൃദയം
നുകർന്നോ അനുരാഗമേ അലയാടി മറിയുന്നു എൻ താരമേ മുത്ത് റസൂലിന്റെ പൊൻപവനമേ അവിടെത്താനാശ പെരുത്തു ഞാനേ. റസൂലുള്ളാഹിന്റെ ഹബീബിന്റെ പരിശുദ്ധമായ ആ മദീന ഇല്ലേ, മദീനയാണ് കാണാൻ ആഗ്രഹിക്കുന്നത്. അല്ലാഹുവേ, ലോകത്തൊരുപാട് അനുഗ്രഹങ്ങൾ, ലോകത്തൊരുപാട് മസ്ജിദുകൾ, ലോകത്തൊരുപാട് കാര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ നമ്മൾ കണ്ടതിൽ വെച്ച് ഏറ്റവും മനസ്സിന് കുളിർമ വരുന്നത് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് മുത്തുനബിയുടെ വെള്ളക്കൊട്ടാരമാണ്. ദൂരത്തുനിന്ന് നോക്കുമ്പോ മിനാരങ്ങൾ ഇങ്ങനെ പൊങ്ങി നിൽക്കുമ്പോ ആഹാ എന്തൊരു ചന്തമാണ് മദീനയുടെ മിനാരങ്ങൾ. അറിയാതെ ഖൽബിന്റെ ഉള്ളിൽ വരുമ്പോ സഹോദരങ്ങളെ മനസ്സുവല്ലാതെ പൊട്ടിപ്പോകും. അവിടെ കിടക്കുന്ന നേതാവ്, ലോകത്തിന്റെ തിരുദൂതരേ, നബിയുൽ ഹറമൈൻ മുഹമ്മദുർ റസൂലുള്ളാഹ്. എല്ലാവരും ഒരുപോലെ, വെളുത്തവനെന്നില്ല കറുത്തവനെന്നില്ല, എല്ലാവരും ഒരുപോലെ ചൊല്ലുകയാണ് അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അവിടെ നിന്നിങ്ങനെ സലാം പറയുകയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ തൊട്ടടുത്താരാണ്? യാ ഖലീഫത്തു റസൂലില്ലാഹ് അബൂബക്കറിൻ സിദ്ദീഖ്. പിന്നിങ്ങനെ വരുമ്പോ പിന്നെ ഉമർ തങ്ങൾ കിടക്കാണ്. അതിങ്ങനെ കഴിഞ്ഞാ പിന്നെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഉണ്ട്. അത് കഴിഞ്ഞാൽ അവിടെ ആയിഷ ഉമ്മയുണ്ട്, ഹലീമത്തു സഅദിയ ഉണ്ട്, നബി തങ്ങളുടെ പൊന്നുമോൻ ഇബ്രാഹിം ഉണ്ട് റളിയല്ലാഹു അൻഹു. അങ്ങനെ എത്രയോ പ്രിയപ്പെട്ടവരുടെ ഖബർ പരിശുദ്ധമായ മദീനത്തുണ്ട്, ജന്നത്തുൽ ബഖീഇല്. അതിനൊക്കെ എന്ത് വേണം? ഭാഗ്യമെന്ന് പറയുന്ന ഒന്ന് നമ്മളിലേക്ക് തേടി വരണം. ആ ഭാഗ്യം നമ്മുടെ ഖൽബിന്റെ ഉള്ളിൽ അണതട്ടാതെ കടന്നു വരണമെന്നുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല എത്താൻ വേണ്ടി ആഗ്രഹിക്കണം. അവരാണ് ഏറ്റവും നല്ല ഭാഗ്യമുള്ളവരെന്ന് മഹാനായ സെയ്ദ് ഇബ്നു അസ്ലം റളിയല്ലാഹു അൻഹു പറഞ്ഞു. അല്ലാഹുവേ, കരുണക്കടലായ തമ്പുരാനെ, ഞങ്ങളെ മുഴുവനും നീ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. മജ്ലിസിലുള്ള ഓരോരുത്തരും മദീന കാണാൻ കൊതിക്കുന്നവരാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് ഒരുമിച്ച് മദീനത്തെത്താൻ അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇൻഷാ അല്ലാഹ് അവിടെ പോയി നമ്മൾ പാടുന്നത് പോലെ അല്ലാഹ് നമ്മൾ പാടുന്നത് ആരംഭ പൂവായ മുത്തു നബിയോടെ ഹളറത്തിൽ ചൊന്നെത്താൻ ഞങ്ങൾക്ക് തൗഫീഖ് ഏകല്ലാഹ്. ഇവിടുന്ന് നമ്മൾ അങ്ങനെ പാടുന്നവരാണ്. അവിടെ എത്തിക്കഴിഞ്ഞാൽ ആരംഭപ്പൂവായ മുത്തു നബിയോടെ ഹളറത്തിൽ വന്നെത്തി ഞങ്ങൾക്ക് സന്തോഷം വന്നെത്തി. ഇങ്ങനെ ചൊല്ലണം നമുക്ക്. അല്ലാഹുവേ, ഈ മജ്ലിസിൽ ഒരുമിച്ച് കൂടി മുഴുവൻ ആളുകളെയും സ്വീകരിക്കണേ അല്ലാഹ്. നിങ്ങളൊക്കെ ദുആ ചെയ്യണം. ഈ കാലഘട്ടം വല്ലാത്ത മോശാണ്, ജീവിതം രക്ഷപ്പെടൂ. അല്ലാഹുവേ, സ്വീകരിക്കണേ അല്ലാഹ്, കബൂലാക്കണേ അല്ലാഹ്, സന്തോഷം നിറച്ചു കൊടുക്കണേ അല്ലാഹ്, ഖൈർ പ്രദാനം ചെയ്യണേ അല്ലാഹ്, ഈമാനിന്റെ മാധുര്യം തരണേ അല്ലാഹ്. അല്ലാഹുവേ, ഈ മജ്ലിസിൽ ഒരുമിച്ച് കൂടി ഒരാളെയും നീ പാഴാക്കല്ല പടച്ചോനെ, സങ്കടത്തിലാക്കല്ല പടച്ചോനെ, ദുഃഖത്തിലാക്കല്ല അല്ലാഹ്. എന്റെ ലിങ്കങ്ങ് കിട്ടിയാൽ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നവര്, ഷെയർ ചെയ്യുന്നവര്, അങ്ങനെ ഒരുപാട് സഹോദരങ്ങളുണ്ട് റബ്ബേ. എല്ലാവരെയും കബൂലാക്കണേ അല്ലാഹ്. ഈ മജ്ലിസിലുള്ള മുഴുവൻ ആളുകൾക്കും പരിശുദ്ധമായ മക്ക കാണാൻ, മദീന കാണാൻ, ഹജ്ജ് ചെയ്യാൻ, ഉംറ ചെയ്യാൻ തൗഫീഖ് പ്രദാനം ചെയ്യണേ അല്ലാഹ്. നീ ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാഹ്. മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം യാ അക്രമൽ ഖൽഖി മാ
لمن ألوذ به سواك عند حلول الحديث الآميم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم ولي ضيق رسول الله جاهك بي إذا الكريم تحلى باسم منتكم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم فإن من جودك دنيا وضرتها ومن علومك علم اللوح والقلم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم فإن من جودك دنيا وضرتها ومن علومك علم اللوح والقلم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم يا نفس لا تقنطي من زلة عظمات إن الكبائر في الغفران كالأمم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم لعل رحمة ربي حين يقسمها تأتي على حسب العصيان في القسم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم يا ربي واجعل رجائي غير منعكسي لديك واجعل حسابي غير منخرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم والطف بعبدك في الدارين إن له صبرا متى تدعوه الأهوال ينهزم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم والآل وصحب ثم التابعين وهم أهل التقى والنقى والحلم والكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم
മാറന്നഹത് ആദബാ തിൽബാനി റീഹു സുബാ വഅത്റബൽ ഈസഹാ ദിൽ ഈസ ബിൻ നാമി مولاي صلي وسلم دائما أبدا على حبيبك خير الخلق كلهم ثم الرضا عن أبي بكر وعن عمر وعن علي وعن عثمان ذي الكرم مولاي صلي وسلم دائما أبدا على حبيبك خير الخلق كلهم سعد ساعد زبير طلحة وأبي عبيدة وابن عوف عشير الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صلي وسلم دائما أبدا على حبيبك خير. ഒരുപാട് സഹോദരങ്ങൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെയൊക്കെ ആഗ്രഹങ്ങളെ അല്ലാഹു തആല ഖബൂലാക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദാ. അല്ലാഹുമ്മ സല്ലി വസല്ലിം അലാ റസൂലിക സയ്യിദിനാ വഹബീബിനാ വമൗലാനാ മുഹമ്മദ്. അല്ലാഹുമ്മ അന്തസ്സലാം വമിൻകസ്സലാം وإليك يرجع السلام حينا ربنا بالسلام وأدخلنا برحمتك دار السلام. الله അല്ലാഹുവേ കരുണക്കടലായ തമ്പുരാനെ കാരുണ്യവാനായ അല്ലാഹ് ഞങ്ങളുടെ ഈ മജ്ലിസിനെ നീ സ്വീകരിക്കണേ അല്ലാഹ്. സന്തോഷത്തിന്റെ വഴി ഒരുക്കി തരണേ അല്ലാഹ്. അല്ലാഹുവേ ഖൈറായ വഴികളിലൂടെ അല്ലാഹ് ജീവിച്ചു മരിക്കുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉറക്കെ ചൊല്ലി വിട പറയാനുള്ള തൗഫീഖ് തരണേ അല്ലാഹ്. അല്ലാഹുവേ പരിശുദ്ധരായ റബ്ബിന്റെ ആദിഭവനം സ്ഥിതി ചെയ്യുന്ന ലോക ഔലിയാ അമ്പിയാക്കളുടെ പാദം പതിഞ്ഞ മണ്ണ് അല്ലാഹുവേ ആനക്കലവ സംഭവം കൊണ്ടും സംസമിന്റെ ചരിത്രം കൊണ്ടും കേൾക്കേട്ട ഭൂമിയോട് അല്ലാഹുവേ ആ പുണ്യഭൂമിയിൽ ഞങ്ങളെ എത്തിക്കണേ അല്ലാഹ്. അല്ലാഹുവേ മനസ്സ് മുഴുവനും ഞങ്ങൾ മദീനക്ക് വേണ്ടി കൊടുക്കുന്നവരാണ്. അവിടെ കിടക്കുന്ന ലോകത്തിന്റെ നേതാവാ അല്ലാഹുവേ എത്ര ക്യാഷ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് മദീന കാണാൻ കഴിയാത്തവരുണ്ട്, മക്ക കാണാൻ കഴിയാത്തവരുണ്ട്. കരുണക്കടലേ അവർക്കൊക്കെ പരിശുദ്ധമായ മക്ക കാണാൻ മദീന കാണാൻ തൗഫീഖ് തരണേ അല്ലാഹ്. വിധി തരണേ അല്ലാഹ്. ഹബീബിന്റെ ചാരപ്പോയി അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് ചൊല്ലാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യണേ അല്ലാഹ്. അല്ലാഹുവേ ഇവിടെ പറയുന്നതിന് മുമ്പ് ലോകത്തിന്റെ ഗുരുവര്യരായ ഖൽബിന്റെ രാജകുമാരരായ റസൂലുള്ളാഹിന്റെ ചാരയെത്തിക്കണേ അല്ലാഹ്. എത്രയോ കിനാവുകൾ കണ്ടു, ഒരു കിനാവിലും എന്റെ റസൂലുള്ള വന്നിട്ടില്ലല്ലോ റബ്ബേ. കണ്ണടയും മുമ്പ് മലക്കുൽ മൗത്ത് റൂഹ് പിടിക്കും മുമ്പ് ഹബീബിനെ കാണാൻ ഞങ്ങൾക്ക് തൗഫീഖ് തരണേ അല്ലാഹ്. ഞങ്ങൾക്ക് തൗഫീഖ് തരണേ അല്ലാഹ്. അല്ലാഹുവേ
കടങ്ങൾ കൊണ്ട് വലയുന്നവരുണ്ട്, പ്രയാസത്തിൽ കഴിയുന്നവരുണ്ട്, ദുഃഖത്തിൽ കഴിയുന്നവരുണ്ട്. മാലിക്കുൽ മുലൂക്കായ റബ്ബേ, അവരുടെ ആഗ്രഹങ്ങൾ അറിഞ്ഞിട്ട് പ്രതിഫലം കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ആരൊക്കെ എന്തൊക്കെയാണോ ചോദിച്ചിട്ടുള്ളത് അത് മുഴുവനും നീ സ്വീകരിക്കണേ അല്ലാഹ്. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين.